2026 IPL ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൽ അർഷദ് ഖാൻ എറിഞ്ഞ 19ാം ഓവറിലെ 5ാം പന്ത് നോബോൾ ആയിരുന്നു എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പല സ്ക്രീൻഷോട്ടുകളും സർക്കുലേറ്റിംഗ് ആണ്. എന്റെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആദ്യം ഫ്രണ്ട് ഫുട്ട് നോബോൾ നിയമം ലളിതമായി മനസ്സിലാക്കാം. ക്രിക്കറ്റ് നിയമം അനുസരിച്ച് ബോളറുടെ ഫ്രണ്ട് ഫുട്ട് ലാൻഡ് ചെയ്യേണ്ടത് ഹോപ്പിംഗ് റീസിന് പിന്നിലാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാൻഡിംഗ് എന്നത് കാലിന്റെ മുഴുവൻ ഭാഗം നിലത്ത് പതിക്കുന്ന സമയമല്ല. കാലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആദ്യം നിലത്ത് തൊടുന്ന ആദ്യ നിമിഷമാണ് ലാൻഡിംഗ് ആയി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡിങ്ങിന് ശേഷം കാൽ മുന്നോട്ട് സ്ലൈഡ് ചെയ്താലും അത് നോബോൾ അല്ല. ലാൻഡിംഗ് സമയത്ത് കാൽ ഇങ്ങനെ ആയാലും അത് ഫെയർ ഡെലിവറിയാണ്. കാരണം എയറിലായി ആയാലും കാലിന്റെ ഭാഗം പോപ്പിംഗ് ക്രീസിന് പിന്നിലുണ്ടായാൽ മതി. അവിടെ ബോൾ റിലീസ് ചെയ്യുന്ന സമയത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പോൾ ഈ സ്പെസിഫിക് ഡെലിവറി നോക്കുമ്പോൾ അർഷദിന്റെ ഫുട്ട് ആദ്യമായി ലാൻഡ് ചെയ്തത് ക്രീസിന് പിന്നിലാണെന്ന് അമ്പയർ കൺസിഡർ ചെയ്തിരിക്കാം. ഇതാണ് അർഷദിന്റെ കാൽ ആദ്യമായി ലാൻഡ് ചെയ്യുന്ന നിമിഷത്തെ ദൃശ്യം. ശേഷം ഡെലിവറി സമയത്ത് കാൽ അല്പം കൂടെ മുന്നോട്ട് പോയതായിരിക്കാം പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഓട്ടോ നോബോൾ ടെക്നോളജിയാണ്. മുൻപ് അത് ഫീൽഡ് അമ്പയർ ഇൻസ്റ്റന്റ് ആയി തീരുമാനിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ നോബോളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവങ്ങൾ പതിവായതോടുകൂടിയാണ് ഇപ്പോൾ ഈ ടെക്നോളജി നടപ്പിൽ വരുത്തിയത്. ഇപ്പോൾ ഓൺ ഫീൽഡ് അമ്പയർ നോബോൾ ശ്രദ്ധിക്കേണ്ടതില്ല. തേർഡ് അമ്പയറുടെ മുന്നിൽ പല ആംഗിളുകളിൽ ഫുട്ട് ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ എത്തുകയും അത് വിശകലനം ചെയ്ത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ കളിയിൽ തന്നെ ഏകദേശം 20-30 സെക്കൻഡ് വരെ കളി നിർത്തി പരിശോധിച്ച ശേഷമാണ് തീരുമാനമെടുത്തത്. അമ്പയർ അർഷദിനോട് എന്തോ കുറച്ച് എന്നർത്ഥം വരുന്ന ഒരു ആംഗ്യം കാണിച്ച് എന്തോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വിഷ്വലും റീപ്ലേ നോക്കിയാൽ കാണാം. ഇത് നോബോൾ അല്ല എന്ന് ഞാൻ ശഠിക്കുന്നില്ല. ഒരു വെരി മാർജിനൽ കോളാണ്. നമുക്ക് അവൈലബിൾ അല്ലാത്ത ആംഗിളുകൾ പരിശോധിച്ച ശേഷമാവാം അമ്പയർ അവിടെ തീരുമാനം എടുത്തത്. മാത്രമല്ല അവിടെ പരിശോധന നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ പോയി എന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലാൻഡിങ്ങിന് ശേഷം കാൽ സ്ലൈഡ് ചെയ്യുന്ന ഒരു ചിത്രം ആവാം നമ്മൾ കണ്ടത്. അത് കണ്ടിട്ട് ഇത് ക്ലിയർ നോബോൾ ആണ് എന്ന് പറയുന്നത് ശരിയല്ല. ഈ കാണുന്നതാണ് അമ്പയർ ലാൻഡിംഗ് ആയി പരിഗണിച്ചതെങ്കിൽ അത് ശരിയായ തീരുമാനവുമായിരുന്നു. മുൻപ് ഞാൻ ചില വീഡിയോകൾ ചെയ്തപ്പോൾ താഴെ വന്ന കമന്റുകൾ അശ്വിൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പോയി അശ്വിൻ പറഞ്ഞത് കാണ്, താൻ അശ്വിനേക്കാൾ വലിയ പണ്ഡിതനാണോ എന്നൊക്കെയായിരുന്നു. അശ്വിൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇതേ ബോളിനെ കുറിച്ച് രവിചന്ദ്രൻ അശ്വിൻ തൻ്റെ എക്സ് ഹാൻഡിലിൽ എഴുതിയതാണ് ഇത്. അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് ഇത് നോബോൾ അല്ല എന്നാണ്. 2019 സമയത്തൊക്കെ ഓട്ടോ നോബോൾ സിസ്റ്റം ഇല്ലാത്ത സമയത്ത് ഫീൽഡ് അമ്പയർ നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കേണ്ടി വന്നിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ഒരു പിഴവിനെ വർഷങ്ങൾക്കിപ്പുറവും ഫിക്സിംഗ് എന്ന് പരിതപിച്ച് ഇപ്പോഴും കമൻ്റ് ഇടുന്നവർ ഒഴികെ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.